ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു സൺഡേ ആണ്. ഈ സൺഡേ കുറച്ചധികം എനിക്ക് പണികളുള്ളൊരു സൺഡേ ആണ്. സോ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം. ഇപ്പോൾ സമയം വന്നിട്ട് 10 മണി ഒക്കെ ആവാറായി. ഞാൻ യൂഷ്വലി നേരത്തെ വിളിക്കാറുണ്ട്. ഒരു മിനിറ്റ് ഞാൻ എഴുതിച്ചിട്ട് പറയാം. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. ഇന്ന് കുറച്ച് ലേറ്റായി. സാധാരണ ഞാൻ നേരത്തെ എഴുന്നേക്കാറുണ്ട്. ബിക്കോസ് ഇന്നലെ സാറ്റർഡേ ആണ്. ഞാൻ എനിക്ക് കൂടി കുറച്ച് ലൈക്ക് മീ ടൈം എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത് സാറ്റർഡേ ആണ്. സോ അങ്ങനെ കുറച്ച് ലേറ്റായി കിടന്നപ്പോൾ പിന്നെ എനിക്കിന്ന് പുറത്ത് പോകുന്ന അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കിടന്നുറങ്ങാമെന്ന്. അപ്പം ഇപ്പോഴാണ് എഴുന്നേറ്റത്. ഇന്നല്ലാതെ കുറച്ച് പരിപാടികളുണ്ട്. അറ്റ് ലാസ്റ്റ് കൊച്ചി വന്നിട്ട് ഒരു ബാച്ചിലറിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകും ഗൈസ് നാളെ. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. ഒന്നുമില്ല ഗൈസ്, അറ്റ് ലാസ്റ്റ് ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ഫ്ലാറ്റിലേക്ക് മാറുകയാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിൽ ഞാൻ കുറേ ബ്രോക്കേഴ്സിന് വിളിച്ചു. അപ്പം ആ ജേണി ഞാൻ പിന്നെ പറയാം. അപ്പം അങ്ങനെ ഞാൻ നാളെ മാറണം. കുറച്ചധികം എക്സ്പെൻസീവാണ് കൊച്ചി, അല്ലെങ്കിൽ തന്നെ എക്സ്പെൻസാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്, പാക്കിംഗ് ഉണ്ട്. എനിക്ക് അടിച്ച് പറക്കി എന്താ പറയുക, അതന്നെ അങ്ങനെ ചെയ്യാനുണ്ട്. അപ്പം കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ രാവിലെ തന്നെ നല്ല മഴയുണ്ട്. എനിക്ക് ജോലി ചെയ്യാനുണ്ട്. ഇല്ലെങ്കിൽ കുറച്ചുകൂടി കിടന്ന് ഉറങ്ങായിരുന്നു. എന്തായാലും മടി പിടിച്ചിരുന്നതിൽ കാര്യമില്ല ഗൈസ്, നമുക്ക് ജോലി ചെയ്യാം. രാവിലെ ഞാൻ ഫ്രഷ് ആവുകയാണ് ഗൈസ്. ടൈം ലാപ്സിലെടുത്ത് അത്രയും സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ചെയ്തു, ഫ്രഷായി. അത്രയേ ഉള്ളൂ. എനിക്ക് എവിടുന്നാണ് തുടങ്ങേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. പിന്നെ നമുക്കെന്തായാലും തുടങ്ങാം ഗൈസ്, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നാളെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വരെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് എവിടുന്നെങ്കിലുമൊക്കെ അടുക്കി പറക്കി വെക്കണം. സോ നാളെ എനിക്ക് എന്തായാലും ഓഫീസിൽ പോകണം. അപ്പം അതിനുള്ള ഡ്രസ്സ് രാവിലെ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയൊക്കെ അറേഞ്ച് ചെയ്യാം. എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആം. പക്ഷേ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഈ കൊച്ചിയിലേക്കുള്ള ഫ്ലാറ്റ് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫ്ലാറ്റ് കിട്ടിയ ജോലി, അതൊക്കെ അടുത്തൊരു വീഡിയോ പറയട്ടെ. ഇപ്പോൾ പറയാൻ വന്നു കഴിഞ്ഞാൽ സ്ട്രഗിൾ ഗൈസ്. അങ്ങനെ ഞാൻ ഇതുവരെ ഞാൻ പാക്ക് ചെയ്തിട്ടില്ല ഗൈസ്, ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. മടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ അങ്ങനെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വെച്ച് കാണിച്ചു തരാം. എനിക്കറിയില്ല കേട്ടോ സൗണ്ട് എന്തായാലും കിട്ടുന്നത്, കാരണം ഫാൻ ഇടാതെ ഇരിക്കാൻ പറ്റില്ല, ചൂടെടുക്കും. ആദ്യം തന്നെ പഴമാണ് ഗൈസ്. എനിക്ക് ചില സമയങ്ങളിൽ പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ പഴം പച്ചയാണോ മക്കൾക്ക് തരാം. പിന്നെ മറ്റേ സോയ സ്റ്റിക്സ് എന്തെങ്കിലും അടിച്ച് പറിക്കാൻ. പിന്നീട് എന്നിട്ട് കേക്ക്, 0 മൈദ, നോ പാം ഓയിൽ കേക്ക്, ബനാന ബ്രെഡ്. സോ എന്തെങ്കിലും നമ്മൾ കഴിക്കണമെങ്കിൽ വിശക്കും. വിശന്നാൽ നിങ്ങളല്ലാതാവാൻ ഗൈസ്. അപ്പം ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാ കഴിച്ച്. ആ കേക്ക് നല്ലതായിരുന്നു കേട്ടോ. ആ കേക്കിൻ്റെ പകുതിയും കഴിച്ചു ആൻഡ് ഒരു പഴവും കൂടി കഴിച്ചു ഗൈസ്. അങ്ങനെ ലഞ്ച് ഞാൻ അവിടെ നിർത്തി. എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു ഗൈസ്. എവിടുന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ ടൈം ലാപ്സ് കാണുമ്പോൾ കുറച്ചുള്ളത് പോലെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. ഇത് ഞാനൊരു 1.5-2 മണിക്കൂറെടുത്ത് വൃത്തിയാക്കിയതാണ്. ടൈം ലാപ്സ് ഇട്ടിട്ട് പിന്നെയും ഞാൻ സ്പീഡിട്ട് കുറേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അത്രയ്ക്ക് മാത്രമുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. അയ്യോ സൗണ്ട് പോയി ഗൈസ്. ഡ്രസ്സ് മാത്രമല്ല വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു വിധത്തിൽ ഞാൻ എല്ലാം ഒതുക്കി തീർന്നു. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെച്ച് ഗൈസ്. ഇത് ഇത്രയും സാധനങ്ങളുണ്ട് ആൻഡ് ഇവിടെയും സാധനങ്ങളുണ്ട്. ഇവിടെ താഴത്തേക്കല്ല. ഇതെങ്ങനെ കൊണ്ടുപോകും എന്നെനിക്കൊരു പിടിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും ബൈക്ക് 2 പ്രാവശ്യം പോയി വരാമെന്ന്. പക്ഷേ ഇത് ബൈക്കിൽ എങ്ങനെ കൊണ്ടു നിൽക്കാറില്ല. ആ ഡ്രസ്സ് നാളെ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ആൻഡ് ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയിട്ടില്ല, കാരണം എന്തായാലും ഇന്ന് രാത്രിയും കൂടെ കിടക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ടില്ല. ഇനി അല്ലറ ചില്ലറ സാധനങ്ങൾ, കാരണം ഇനി അല്ലറ ചില്ലറ സാധനങ്ങൾ, സോപ്പ്, ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അത് രാവിലെ തന്നെ എടുത്ത് വെക്കാം. ആൻഡ് അതിലുള്ള ഗൈസ് വയ്യ, തളർന്നു, പയർത്തു. നമുക്ക്
ഇനി കുറച്ച് തുണി നനയ്ക്കാനുണ്ട്. അത് നനച്ചിട്ട് ഉണങ്ങുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നനച്ചിടാൻ പോവാണ്. അങ്ങനെ ഗൈസ് ഞാൻ ഇവിടെ ഫുൾ ഒതുക്കി ആൻഡ് ക്ലീൻ ചെയ്തിട്ടു. കാരണം മുടി കൊഴിച്ചിലില്ലാത്തതുകൊണ്ട് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ബാഗ് മാറ്റുമ്പോഴും അതിൻ്റെ അടിയിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹെയർസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫുള്ള് തൂത്ത് വൃത്തിയാക്കി. പിന്നെ കുറച്ച് ഡ്രസ്സ് നനയ്ക്കാനുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് നനയ്ക്കാത്ത തുണി നാളെ കൊണ്ടുപോകാൻ എനിക്ക് മേക്കപ്പ് അഡ്മിനിസ്ട്രേറ്റർക്ക് കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥയില്ല. അത് ഉണങ്ങുമില്ലെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇവിടെ മഴയുണ്ട്. എന്നാലും ഞാൻ നനച്ചിട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം യൂട്യൂബൊക്കെ നോക്കിയിരുന്നു. എനിക്ക് പഴയ സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ ഗൃഹപ്രവേശം പകുതി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചെറുതായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങാമെന്ന്. ഇനി ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് വരാം ഗൈസ്. ബൈ. അങ്ങനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ഗൈസ്. കുറച്ച് ഉറങ്ങിയുള്ളൂ. നന്നായിട്ട് ഉറങ്ങി. മഴയുണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞാൻ എന്തായാലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. മീൻകറി ഉണ്ട്, പിന്നെ പയറ്, മെഴുക്കുവരട്ടി. ഞങ്ങൾ മെഴുക്കുവരട്ടി എന്നാണ് പറയുക ട്രിവാൻഡ്രത്ത്. ഇവിടെ എന്താ പറയുക എനിക്കറിയില്ല. ഞാനത് മാത്രമേ എടുത്തുള്ളൂ. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ സിനിമ കണ്ടാണ് കഴിക്കാറ്. അപ്പം ഞാൻ കടിഞ്ഞൂൽ കല്യാണം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കണ്ട് കഴിഞ്ഞിട്ട് വരാം.